അതിനിടയിൽ ആ പഴയ പട പിന്നെയും തുടങ്ങുന്നുണ്ട്. വടിവെട്ടാൻ ആള് പോയിട്ടുണ്ട്. എനിക്കൊരു ഭയവും തോന്നില്ല. ഈ രേഖകളെയൊക്കെ അങ്ങ് കാറ്റിൽ പറത്തിക്കളയാം എന്ന് മന്ത്രി വിചാരിക്കുന്നുവെങ്കിൽ മന്ത്രിക്ക് തെറ്റുപറ്റി. They can go to court. They can challenge it with all their documents. നേരിട്ട് കോടതിയിൽ പോകാനുള്ള വകുപ്പില്ല ഇപ്പോഴത്തെ പുതിയ അമെൻമെന്റ് പ്രകാരം. അതുകൊണ്ടാണല്ലോ മന്ത്രി കോടതിയിൽ പോട്ടെ എന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്നത്. ഇനിയിപ്പോൾ ഡോക്യുമെന്റ്സ് അത്രയും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഏർപ്പെടുത്തി കൊടുക്കാം. ഇവിടുന്ന് ഡോക്യുമെന്റ്സ് കൊണ്ടുപോകാൻ ഹൈക്കോടതിയിലേക്ക് അതിനുള്ള വണ്ടിക്കൂലി നമുക്ക് കൊടുക്കാം. ഈ കളി ഇതാരും മറന്നിട്ടില്ലല്ലോ. പഴയ കഥാപാത്രങ്ങൾ രംഗത്ത് വരികയാണ്. ഇത് സംബന്ധിച്ച് വിജിലൻസിൻ്റെ വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ സമർപ്പിച്ചപ്പോൾ ആ അപേക്ഷയിൽ വിജിലൻസ് ഡയറക്ടർ ഞങ്ങൾക്ക് ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഭാഗ്യം, അതിനെങ്കിലും മറുപടി കിട്ടിയല്ലോ. അതിലെന്താണ് പറയുന്നത്? അതിനകത്ത് വിജിലൻസ് ഡയറക്ടർക്ക് വേണ്ടി നൽകിയിട്ടുള്ള മറുപടിയിൽ പറയുന്നത്, യൂത്ത് ലീഗ് നൽകിയ പരാതി സർക്കാരിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. സർക്കാരിൽ നിന്നും യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ലഭ്യമായിട്ടില്ല എന്നാണ്. എന്നാൽ യൂത്ത് ലീഗ് കൊടുത്ത പരാതിയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, അന്വേഷണം ആരംഭിക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കണം എന്ന് വളരെ വ്യക്തമായി വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്ത അപേക്ഷയിൽ ഞങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അന്വേഷണം ആരംഭിക്കാത്തത് എന്നതിന് ഒരു മറുപടിയും വിജിലൻസ് ഡയറക്ടർ നൽകിയിട്ടില്ല. ചിലപ്പോൾ ചോദ്യം ശരിയാകാത്തത് കൊണ്ടായിരിക്കും ഉത്തരം കിട്ടാത്തത്. ഞാൻ വിവരാവകാശ പ്രകാരം കൊടുത്ത പരാതിയിൽ വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിലെ ഉപചോദ്യമായി നാലാമത് ഞാൻ ചോദിച്ച ചോദ്യം, പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടില്ലെങ്കിൽ ആയതിൻ്റെ കാരണം വ്യക്തമാക്കാമോ? വളരെ കൃത്യമായ സ്പെസിഫിക് ആയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് എനിക്ക് നൽകിയ മറുപടിയിൽ ഒരു ഉത്തരവുമില്ല. എനിക്ക് ആകെ നൽകിയ ഉത്തരത്തിൽ വിജിലൻസ് ഡയറക്ടർ പറയുന്നത്, താങ്കളുടെ പരാതിയിന്മേൽ ഈ ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. പരാതി സർക്കാരിലെ വിജിലൻസ് വകുപ്പിലേക്ക് 28/11/2018 C-35-10-6/18 നമ്പർ കത്ത് പ്രകാരം അയച്ചിട്ടുണ്ട്. സർക്കാരിലേക്ക് അയച്ചു കൊടുക്കാനാണെങ്കിൽ എനിക്ക് സർക്കാരിൻ്റെ അഡ്രസ്സ് അറിയാത്തതുകൊണ്ടല്ല വിജിലൻസ് ഡയറക്ടർക്ക് ഇത്തരമൊരു പരാതി കൊടുത്തത്. പിന്നെന്തെങ്കിലും ചോദിച്ചിരുന്നോ വിജിലൻസിനോട്? രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചത് ഇത് സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ലഭ്യമായിട്ടുണ്ടോ എന്നാണ്. അതിൻ്റെ ഒറ്റവാക്കിൽ ഉത്തരം ഇല്ല എന്നാണ്. നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രി ശ്രീ KT ജലീലുമൊക്കെ പൊതുജനമധ്യേ പറഞ്ഞ കാര്യങ്ങൾ രേഖാമൂലമായി എഴുതി കൊടുക്കാൻ കഴിയാത്തതാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. ഇത് അന്വേഷിക്കേണ്ടതാണെങ്കിൽ അത് പറയട്ടെ. ഈ യൂത്ത് ലീഗ് ഉയർത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഇത് അന്വേഷണത്തിന് പോലും സാധ്യതയില്ലാത്ത ഒരു ആരോപണമാണ്. അത് തുറന്ന് രേഖാമൂലം വിജിലൻസിന് എഴുതി കൊടുക്കട്ടെ. എന്തുകൊണ്ടാണ് അത് എഴുതി കൊടുക്കാത്തത്? എന്തുകൊണ്ടാവും അതൊന്നും എഴുതി കൊടുക്കാത്തത്? വല്ല ഊഹവുമുണ്ടോ? CPM ജലീലിനെ നേരത്തെ ജലീലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നില്ല തുടക്കത്തിൽ സ്വീകരിച്ചത്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണനെ ജലീൽ കണ്ടതിന് ശേഷം സംരക്ഷണം നൽകാൻ വേണ്ടിയുള്ള നിർദ്ദേശം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലോ നിയോജകമണ്ഡലത്തിലോ CPM പ്രവർത്തകർ പോലും ഏതെങ്കിലും തരത്തിൽ ജലീലിന് അനുകൂലമായി രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ ജലീൽ എന്തു ഭീഷണിയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ നടത്തിയിട്ടുള്ളത്? CPMനെ, മുഖ്യമന്ത്രിയെ, പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണോ ഇങ്ങനെ ജലീലിനെ സംരക്ഷിക്കാൻ വേണ്ടി CPM തയ്യാറാകുന്നത് എന്നവർ വ്യക്തമാക്കണം. ആണോ? അങ്ങനെ തോന്നിക്കുന്ന വല്ല സൂചനയുമുണ്ടോ? ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കാരണം സമാന രീതിയിലുള്ള ചില നിയമനങ്ങൾ CPMനകത്തെ
മറ്റു ചിലരും നടത്തിയിട്ടുണ്ട് എന്ന് മന്ത്രിയുടെ ഓഫീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നും അത് കാണിച്ചുകൊണ്ട് ജലീൽ ഇക്കാര്യത്തിൽ രാജിവെച്ചാൽ മറ്റുള്ളവരും ഇതേ ആരോപണത്തിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വരും എന്ന ഒരു സൂചന കെ ടി ജലീൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നൽകിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകുന്ന സോഴ്സിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. ഇതൊരു ബ്ലാക്ക് മെയിൽ ആണോ എന്നൊരു സംശയമുണ്ട്. ആട്ടെ, ആ മന്ത്രി എന്താ രാജിവെക്കാത്തത്? യൂത്ത് ലീഗിൻ്റെ മാർച്ച് അങ്ങെത്തുമ്പോഴേക്ക് രാജിവെക്കും എന്നല്ലേ പറഞ്ഞിരുന്നത്? അല്ല, അത് ഈ രാജി പിന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ഉളുപ്പെന്ന് പറയില്ല നമ്മൾ. ഈ കെ ടി അദീപൊക്കെ രാജിവെച്ചതുപോലെ അല്പമെങ്കിലും ഉണ്ട് എങ്കിൽ രാജിവെക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ഇതൊന്നുമില്ലാത്ത കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയുള്ള ഒരാളാണെങ്കിൽ പിന്നെ വേറെ നിവൃത്തിയില്ല, കോടതി മാത്രമേ വഴിയുള്ളൂ. രാജി എന്നൊക്കെ പറയുന്നത് ധാർമ്മികതയുടെ പേരിൽ ഉണ്ടാവുന്നതാണ്. ആ ധാർമ്മികത ഇല്ലെങ്കിൽ പിന്നെ വേറെ നിവൃത്തിയില്ല. ധാർമ്മികതയില്ലാത്ത ഒരു മന്ത്രിയാകുമ്പോൾ, ഒരു വ്യക്തിയാകുമ്പോൾ പിന്നെ അദ്ദേഹം കടിച്ചു തൂങ്ങി നിൽക്കും. ധാർമ്മികത ഇളക്കി വിടാൻ CPI വിചാരിച്ചാൽ സാധിക്കും. ഒന്ന് ശ്രമിച്ചു നോക്ക്. തോമസ് ചാണ്ടിയുടെ വിഷയമുണ്ടായപ്പോൾ മന്ത്രിസഭാ യോഗം പോലും ബഹിഷ്കരിച്ചുകൊണ്ടാണ് CPI പ്രതിഷേധമുയർത്തിയത്. ജലീലിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത്തരമൊരു പ്രതിഷേധമുയർത്താൻ CPI തയ്യാറാവാത്തത്? ശ്രീ കാനം രാജേന്ദ്രൻ അതിൻ്റെ മറുപടി വ്യക്തമാക്കണം. ശ്രീ കാനം രാജേന്ദ്രനെങ്കിലും ഫിറോസിനൊരു മറുപടി കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം.